നമസ്തേ. കാശ്മീരിലെ ജനങ്ങൾ തീവ്രവാദികൾക്കെതിരെ തെരുവിലിറങ്ങിയത് കണ്ട് ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത് പാകിസ്ഥാനും മീഡിയ വണ്ണിനുമല്ല, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കുണ്ടറ ബേബിക്കാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുകൊണ്ട് നിരാശയായത് കാശ്മീർ ജനതയല്ല. അവരല്ല മതം നോക്കി നിരപരാധികളെ ഭീകരാക്രമണം നടത്തി കൊന്നത്. പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ കയറി നിരപരാധികളെ മതം നോക്കി ആക്രമിച്ച് കൊലപ്പെടുത്തിയതും ആർട്ടിക്കിൾ 370യും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന്റെ പ്രതിഷേധമാണെങ്കിൽ തന്നെ അവിടെ വരുന്ന നിരപരാധികളെ മതം നോക്കി പോയിന്റ് ബ്ലാക്കിൽ വെടിവെച്ച് കൊല്ലുന്നതാണോ? എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നതോ തനിക്ക്? പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ നുഴഞ്ഞുകയറി വിനോദസഞ്ചാരത്തിന് വന്ന നിരപരാധികളായ മനുഷ്യരെ വസ്ത്രങ്ങൾ അഴിച്ചു മതം ഉറപ്പിച്ച ശേഷം പോയിന്റ് ബ്ലാക്കിൽ വെടിവെച്ച് കൊന്നതിന്റെ മറവിൽ രാജ്യം മുഴുവൻ നിൽക്കുമ്പോഴും ഈ മനുഷ്യന്മാർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നുവോ? ഇയാളുടെയൊക്കെ ഉള്ളിലുള്ള വിഷം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യക്കെതിരെ ഏത് തീവ്രവാദി ആയുധമെടുത്താലും, തീവ്രവാദികൾ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്താലും ഇത്തരം പന്നികൾ അവർക്ക് പിന്തുണയുമായി എത്തിക്കോളും. പണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ജോസഫ് മാഷിനെ കൈവെട്ടിയപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശാൻ വേണ്ടി ജോസഫ് മാഷിനെ വിഡ്ഢി എന്ന് വിളിച്ച ഊളയായതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ബേബി നിരാശനാണ്. കാശ്മീരി ജനത തീവ്രവാദികൾക്കെതിരെ തെരുവിലിറങ്ങിയത് ബേബിക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ തെരുവിലിറങ്ങിയ കാശ്മീരി ജനതയെ വിഡ്ഢികൾ എന്ന് വിളിക്കാതിരുന്നാൽ ഭാഗ്യം. ഇത്തരം ക്യാൻസറുകളെ ചുമക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ സഹിഷ്ണുതയല്ല, ദൗർബല്യം തന്നെയാണ്.